കാസർഗോഡ് അനന്തപുരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾ മരിച്ചു. ഫാക്ടറിയിലെ തൊഴിലാളിയായ അസം സ്വദേശി നജീറുൽ അലിയാണ് മരിച്ചത്. 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. സിജു കണ്ണൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സിജു, ഈ സംഭവത്തിൽ ഒരാളുടെ ദാരുണ മരണം ഉണ്ടാകുന്നു. രക്ഷാപ്രവർത്തനമൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? അസിത, രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫാക്ടറിയിലെ തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള അവസാനവട്ട പരിശോധനയാണ് ഇപ്പോൾ പോലീസും അഗ്നിരക്ഷാ സേനയുമെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം 7 മണിയോടെയാണ് അനന്തപുരത്തെ പ്ലൈവുഡ് ഫാക്ടറിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായത്. ഡെക്കോർ പാനൽ ഇൻഡസ്ട്രീസ് എന്ന പ്ലൈവുഡ് ഫാക്ടറിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഈ അപകടത്തിലാണ് ഒരു തൊഴിലാളി മരിച്ചിരിക്കുന്നത്. മരിച്ചത് അസം സ്വദേശിയാണ്. നജീറുൽ അലി എന്ന ഫാക്ടറിയിലെ തൊഴിലാളിയാണ് മരണപ്പെട്ടത്. നിലവിൽ ഔദ്യോഗികമായ ഒരു വിവരം പോലീസിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ ലഭിക്കുന്നത് 9 പേർ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ 6 പേർ ഇപ്പോൾ മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ചിലരുടെ ആരോഗ്യ നില വളരെ ഗുരുതരമായ നിലയിലാണുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. 2 പേർ കുമ്പളയിലെ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിരിക്കുന്നത്. കുമ്പളയിലെ ആശുപത്രിയിൽ കൊണ്ടുപോയ സമയത്ത് തന്നെ ഈ നജീറുൽ അലി മരിച്ചു എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം കുമ്പളയിലെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ മൃതദേഹം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. 7 മണിയോടെയാണ് അപകടം ഉണ്ടായത് എന്നാണ് ഈ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് അതിന്റെ തൊട്ടടുത്തുള്ള തൊഴിലാളികളെല്ലാം തന്നെ പറയുന്നത്. ഫാക്ടറിക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബോയിലർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാക്ടറിയാണത്. ഒരു ഷിഫ്റ്റിൽ നിന്ന് മാറി മറ്റൊരു ഷിഫ്റ്റിലുള്ള ആളുകൾ എത്തിയ സമയത്താണ് അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയൊരു പ്രകമ്പനം തന്നെയാണ് ഉണ്ടായത്. വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. ചുറ്റുമുള്ള വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പൊട്ടിത്തെറിയുടെ ഭാഗമായി അവശിഷ്ടങ്ങൾ ഏറെ ദൂരത്തേക്ക് എത്തിയതായാലും ഇപ്പോൾ ആശ്വാസകരമായ കാര്യം തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള അവസാനവട്ട പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ കുമ്പള, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ അഗ്നിരക്ഷാ സേന എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. പോലീസ് സംഘം പ്രദേശത്ത് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ എല്ലാം തന്നെ നിലവിലെടുത്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ കെമ്രക് എറണാകുളം വിഭാഗമായിരിക്കും ഇത് അന്വേഷിക്കുക എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ശരി, സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.